കൂടെ പാടോ? ഞാൻ പാടിയാലോ ഒരു 2 ലൈന്? ഓടണ്ട ഓടണ്ട ഓമനപ്പൂമുഖം ഓമനപ്പൂമുഖം ഓമനച്ചുണ്ടത്ത് തരരുത് തരരുത്. ഇപ്പൊ തുടങ്ങാം. കണ്ണിമകപ്രായത്ത് നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ തുന്നാരേ മാമ്പഴമാകട്ടെ. എനിക്ക് കയ്യടി വേണം കേട്ടാ, അല്ലാണ്ട് പാടാൻ ഉഷാറുണ്ടാവില്ല. പൊട്ടട്ടെ, നിർത്താൻ പാടില്ല ചേട്ടാ. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ മുന്നാലെ മാമ്പഴമാകട്ടെ. കട്ടിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ മുന്നാലെ മാമ്പഴമാകട്ടെ. വെള്ളമെ പുള്ളിയുള്ള നിന്നും നവവട എത്ര ഞാൻ വാങ്ങി തന്നു എന്റെ മുന്നാലെ എത്ര ഞാൻ വാങ്ങി തന്നു. അങ്ങനെ കട്ടിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ മുന്നാലെ മാമ്പഴമാകട്ടെ. അങ്ങോട്ട് വന്ന കൂടുതൽ കൈയടിക്കോ? വരണ പറയാലേ? ഓക്കെ. ഇത്രയും നല്ലൊരു സപ്പോർട്ട് തന്ന നമുക്ക് വേണ്ടിയിട്ട് അത് അമൃതം ടിവിക്ക് വേണ്ടി നല്ലൊരു കൈയ്യടി പോട്ടെ. ഇനി നമുക്ക് വേലായുധത്തിന്റെ പാട്ട് പാടാം. പകല് മുഴുവൻ പണിക്കെടുത്ത് കിട്ടേണ്ട കാശിനെ കണ്ടു കൊടുത്ത് എന്റെ മോളെ കട്ടത്തില്ല കല വേലായുധ എന്റെ മോളെ കട്ടത്തില്ല കല വേലായുധ. പകല് മുഴുവൻ പണിക്കെടുത്ത് പകല് മുഴുവൻ പണിക്കെടുത്ത് കിട്ടേണ്ട കാശിനെ കണ്ടു കൊടുത്ത് എന്റെ മോളെ കട്ടത്തില്ല കല വേലായുധ എന്റെ മോളെ കട്ടത്തില്ല കല വേലായുധ. പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങൾ പോലീസായി പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങൾ പോലീസായി കാര്യങ്ങൾ വല്ല ഭാഗം വേലായുധ കാര്യങ്ങൾ വല്ല ഭാഗം വേലായുധ. പകല് മുഴുവൻ പണിക്കെടുത്ത് കിട്ടണ കാശിനെ കണ്ടു കൊടുത്ത് എന്റെ മോളെ കട്ടത്തില്ല കല വേലായുധ എന്റെ മോളെ കട്ടത്തില്ല കല വേലായുധ. മണിച്ചേട്ടന്റെ പാട്ടെല്ലാവർക്കും ഇഷ്ടമായോ? പിന്നെന്താ കൈയടിക്കാത്ത? ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചമ്പുള്ള പെണ്ണിന് കണ്ടേരാ ചപ്പണ്ടി കരി വീശ മീനെ ആ
അങ്ങനെ ചമ്പല്ലേ കരിമീ ചമീനെ ആ പെണ്ണിന്റെ കൊട്ടനെ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ വാഴമാകട്ടെ എന്റെ പുന്നാരെ വാഴമാകട്ടെ. Thank you so much. Really, you rocked. Thanks a lot. അങ്ങനെ നമ്മുടെ മറ്റൊരു നല്ലൊരു പെർഫോമൻസ് കൂടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് കുറച്ചു നേരമായിട്ട് നമ്മൾ പാട്ടിലും ഡാൻസിലൊക്കെ മുങ്ങി ഒരു കാര്യം മറന്നുപോയി. കല്യാൺ ജുവലേഴ്സ് അമൃത സന്ധ്യ. അപ്പൊ ആദ്യത്തെ കല്യാൺ ജുവലേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്വർണ്ണ നാണയം എവിടെയോ കിടന്ന് കറങ്ങുന്നുണ്ടായിരിക്കും. ഇറ്റ്സ് എ റൈറ്റ് ടൈം. കാരണം കല്യാൺ ജുവലേഴ്സ് അമൃത സന്ധ്യയോട് അനുബന്ധിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അമൃത TV 4000-ഓളം പാസ് നമ്മുടെ +1 +2 കുട്ടികൾക്കായിട്ട് ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും 13 പേർക്ക് ഈ വേദിയിൽ സമ്മാനം ലഭിക്കാനുള്ള റൈറ്റ് ടൈമാണ്. അതിനായിട്ട് ഞാൻ ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ നിലമ്പൂരിന്റെ നഗരസഭയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ ആര്യാരൻ ഷൗക്കത്ത് സർ. Can I have you on stage please? Come on, put on your hands together. അമൃത ടിവിയുടെ GM പ്രോഗ്രാംസ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് കൂടിയായിട്ടുള്ള ശ്രീ ഷിബു ചക്രവർത്തി സർ. Can I have you on stage please? Come on, put on your hands together. It's the right time. നമ്മുടെ ഗോൾഡ് കോയിനും പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ഇവിടെ വിതരണം ചെയ്യാനായിട്ട് പോവാണ്. ആൻഡ് നമ്മളോടൊപ്പം ഒരാൾ കൂടി ചേരുന്നു, ശ്രീ നിഖിൽ, സോണൽ മാനേജർ ഓഫ് കല്യാൺ ജുവലേഴ്സ്. Can I have Mr. Nikhil on stage please? ഇനി ഈ 4000-ഓളം പാസുകൾ നമ്മൾ വിതരണം ചെയ്തതിൽ നിന്നും ലക്കി ഡ്രോയിലൂടെ 13 പേരെയാണ് നമ്മുടെ ഈ 3 പേർ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഈ 3 പേരെ ഈ 3 പേർ ചേർന്നിട്ട് 13 പേരെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഒന്നാം സമ്മാന വിജയി കാത്തിരിക്കുന്നത് കല്യാൺ ജുവലേഴ്സ് നൽകുന്ന ഒരു സ്വർണ്ണ നാണയമാണ്. ബാക്കി 12 പേർക്ക് സമ്മാനമായി ലഭിക്കുന്നത് പ്രോത്സാഹന സമ്മാനങ്ങളായിരിക്കും. ഈ 3 പേർ ചേർന്നിട്ട് 13 പേരെ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യത്തെ ലോട്ട് അയാൾക്കായിരിക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കാൻ പോകുന്നത്. സോ can I have that lucky draw on stage? നിലമ്പൂസ് ഗോൾഡ് കോയിൻ ആണ്, കുറച്ചുകൂടെ ഒച്ചയൊക്കെ ആകാം. നമ്മുടെ ഒരു ലക്കി ഡ്രോ നടക്കാൻ പോണിക്കുമാൻ. ആർക്കായിരിക്കും ഈ 4000 പേരിൽ നിന്നും സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത്? ആദ്യമായിട്ട് ഇതിൽ നിന്നും 13 പേരിൽ നിന്നും ഒന്നാം സമ്മാന വിജയെ സെലക്ട് ചെയ്യുന്നത് നഗരസഭയുടെ ബഹുമാനായ ചെയർമാൻ ശ്രീ ആര്യൻ ഷൗക്കത്ത് അവർകളാണ്. സർ, ആദ്യത്തെ കൂപ്പൺ ഒന്നാം സമ്മാന വിജയെ കാത്ത് നമ്മൾ എല്ലാവരും ഇരിക്കുമ്പോൾ നോക്കാം. ആരായിരിക്കും? യെസ്, Mr. Nawab MK 1068. Nawab MK 1068. Yes, the first prize goes to Nawab MK 1068. Nawab or ആരെങ്കിലും റെപ്രസെന്റേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും. ഈ പേര് വിളിച്ച നവാസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ പരിസരത്തേക്ക് ഇരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഇവിടെ വിളിച്ചിട്ട് നമ്മൾ ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് നൽകുന്നതാണ്. സോ ഫസ്റ്റ് പ്രൈസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കാൻ. ഇനി 12 പേർ ആരൊക്കെയാണ് ആ ഭാഗ്യശാലികൾ? കല്യാൺ ജുവലേഴ്സിന്റെ പ്രോത്സാഹന സമ്മാനം ഏറ്റുവാങ്ങാൻ പോകുന്ന 12 പേരെ കൂടി നമ്മൾ സെലക്ട് ചെയ്തു. അടുത്തതായി മലയാളത്തിന്റെ ഗാനരചയിതാവും അമൃത ടിവിയുടെ GM പ്രൊഡ്യൂസ് പ്രോഗ്രാംസുമായിട്ടുള്ള
നിന്നും അടുത്ത 5 പേര് സെലക്ട് ചെയ്യുന്നത്. സോ നമ്മൾ 13 പേരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തു, ഒന്നാം സമ്മാനം നൽകി. ഇനി 12 പേരാണ്. ഈ 12 പേർക്ക് പ്രോത്സാഹന സമ്മാനമാണ് കല്യാൺ ജ്വല്ലേഴ്സ് നൽകുന്നത്. 12 പേരിൽ നിന്നും 5 പേരെ ശ്രീ ഷിബു ചക്രവർത്തി സാർ, യെസ്, 5 പേരെ സെലക്ട് ചെയ്യുന്നത് സാർ. യെസ്, അഭിനവ് 2940. അഭിനവ് 2940. നമ്മൾ ഈ പേര് വായിക്കുമ്പോഴേക്കും വിജയികളോ അവരുടെ റെപ്രസെന്റേറ്റീവ്സോ ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അടുത്തെവിടെയെങ്കിലും തന്നെ ഇരിക്കണം. ഉടൻ തന്നെ ഞങ്ങൾ സ്റ്റേജിലേക്ക് വിളിക്കുന്നതാണ്. നെക്സ്റ്റ് ഇറ്റ് ഈസ് Vicky M. George 1931. Yes, 1931. Liti M. George. Next it is. ഇതൊക്കെ നിങ്ങളുടെ ബന്ധുക്കൾ വല്ലതാണെങ്കിൽ നന്നായിട്ടൊന്ന് കൈയടിച്ചേക്കാട്ടോ. അല്ലെങ്കിൽ നിലമ്പൂരുകാരിലെ ആർക്ക് കിട്ടിയാലും നമുക്ക് സന്തോഷമാണ്. സോ നമുക്ക് നോക്കാം. തേർഡ് Reena Mall KT 1279. coupon number 1278. Reena Mall KT. And next it is ഒന്നാം സമ്മാനം നമ്മൾ കണ്ടെത്തി. ഇപ്പോൾ 3 പേർ കൂടിയായി. ഇനി 2 പേരെ കൂടി നമ്മുടെ ഈ സെലക്ട് ചെയ്താണ്. നെക്സ്റ്റ് ഇറ്റ് ഈസ് Anjo ANG 1138. അഞ്ചോ 1138. അഞ്ചോ പ്രോത്സാഹന സമ്മാനം കല്യാൺ ജ്വല്ലേഴ്സ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അഞ്ചോയ്ക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. ഇനി ഒരു കൂപ്പൺ കൂടി ഒരാളെ കൂടി സർ സെലക്ട് ചെയ്യാം. ആൻഡ് കല്യാൺ ജ്വല്ലേഴ്സ് അമൃതസന്ധ്യയിൽ അടുത്തതായിട്ട് നമ്മൾ ഈ ലക്കി ഡ്രോയിൽ സെലക്ട് ചെയ്തിരിക്കുന്ന വിന്നർ Safana Safruddin 1974. കൂപ്പൺ നമ്പർ 1974. ഷഫാന ഷഫ്രുദ്ദീൻ. ഷഫാനയോ ഷഫാനയുടെ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അടുത്തേക്ക് വരാം. സോ നമ്മൾ ഒന്നാം സമ്മാന വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. ആൻഡ് 5 പേരെ കൂടി സെലക്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ 6 പേർ മൊത്തമായി കഴിഞ്ഞു. ഇനി 7 പേർക്ക് കൂടിയാണ് അവസരമുള്ളത്. ഇനി ആ 7 പേരിൽ നിന്നും അടുത്ത 5 പേരെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ സോണൽ മാനേജർ ശ്രീ നിഖിലായിരിക്കും കണ്ടെത്തുന്നത്. അടുത്ത 5 പേരെ കൂടി സെലക്ട് ചെയ്യാണ്. സോ ലെറ്റ്സ് സീ ആരൊക്കെയായിരിക്കാം. ചിലപ്പോ പറയാൻ പറ്റില്ല. ഇപ്പഴേ ഫ്രണ്ട് റോയിലൊക്കെ ഇരിക്കുന്ന ആർക്കെങ്കിലൊക്കെ പേര് വിളിക്കാട്ടോ. ഒരു ലക്കി ഡ്രോ നടക്കുമ്പോ കുറച്ചുകൂടെയൊക്കെ ബഹളവും ആരവവും ഒക്കെ ആകാം. ചേട്ടന്മാരെ കമാൻ. Tito Matthew 1135. കൂപ്പൺ നമ്പർ 1135. ടിറ്റോ മാത്യു. ടിറ്റോ മാത്യു കൂപ്പൺ നമ്പർ 1135. അടുത്ത ആൾ 7 പേരെ കൂടിയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ നിന്നും ഒരാൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 6 പേർ. Noel Roshan 1150. കൂപ്പൺ നമ്പർ 1150. നിങ്ങളുടെ കൂപ്പണിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കുക. കൂപ്പൺ നമ്പർ 1150 നോവൽ. ഇനി അടുത്ത ആൾ Nasal Panoli 2813. കൂപ്പൺ നമ്പർ 2813. നസൽ പനോളി. ഇവിടെ ആരെങ്കിലും ഉണ്ടോ നസൽ എന്നുള്ള പേരില്? പേര് മാറി നിങ്ങോട്ട് വന്നുകളയരുത് കേട്ടോ. നസൽ പനോളി. ഇനി 4 എണ്ണം കൂടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. 4 എണ്ണം കൂടിയില്ലേ? 13 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒന്നാം സമ്മാനം ഒരാൾക്ക് പോകുമ്പോൾ 12 പ്രോത്സാഹന സമ്മാനങ്ങൾ ആർക്കൊക്കെ ആയിരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇനി 4 എണ്ണം കൂടിയാണ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് അടുത്തതായി Baby Nishia 1966. കൂപ്പൺ നമ്പർ 1966. ബേബി നിഷിയ. അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നെ നോക്കട്ടെ, 13 കൂടുതലായോന്ന് നോക്കണമല്ലോ. എന്തായാലും നമ്മൾ ഈ വിളിക്കുന്ന പേരിനനുസരിച്ച് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേജിന്റെ പരിസര ഭാഗങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കണം. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഈ വേദിയിലേക്ക് വിളിച്ച് ഇവർക്കുള്ള സമ്മാനങ്ങൾ നൽകുന്നതാണ്. ഇന്ന് ഈ വേദിയിൽ സമ്മാനം മേടിക്കാൻ പറ്റാത്തവർ, അതായത് വരാൻ സാധിക്കാത്തവർ, നിലമ്പൂരിലെ മൈ കല്യാണിൽ നിന്നും നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ പിന്നീട് ഏറ്റുമേടിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, നിലമ്പൂരിലെ മൈ കല്യാണിൽ നിന്നും കല്യാൺ ജ്വല്ലേഴ്സ് സമ്മാനിക്കുന്ന ഈ സമ്മാനങ്ങൾ നിങ്ങൾക്ക് പിന്നീട് മേടിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അടുത്തതായിട്ട് 11ാമത്തെ ആളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 11ാമത്തെ ആളെ കൂടി സെലക്ട് ചെയ്താൽ പിന്നെ 2 പേർക്ക് മാത്രമാണ് ഈ അവസരം. Ashwant K 2324. 2324. അശ്വന്ത് കെ.
ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് അശ്വന്തനും നമ്മൾ ലവ് വീണിരിക്കുകയാണ്. ഈ അശ്വന്ത് കുറെ അശ്വന്ത് കൈവെക്കുന്നു. ഏത് അശ്വന്താണ്? ഇപ്പൊ കുറെ കൂടിയിട്ടുണ്ട്. ശരി, എല്ലാവരും അശ്വന്താണ്. ഇനി രണ്ടുപേർ കൂടിയുണ്ട്. ഈ രണ്ടുപേർ ആര് എന്ന് അറിയാനാണ് കല്യാൺ ജുവലേഴ്സ് അമൃതസന്ധ്യ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ലക്കി ഡ്രോയില് ഒന്നാം സമ്മാനം കിട്ടിയ ആൾക്ക് ഒരു ഗോൾഡ് കോയിൻ കിട്ടി. ഇനി 12 പേരിൽ അവസാനം വരുന്ന 2 പേർ ആരൊക്കെയാണ്? ജംഷീർ പി ടി 1149. ജംഷീർ പി ടി അവിടെ ഇരിക്കുന്ന ആരുടെയോ ആരോ ആണ്. 1149 ആണ് ജംഷീർ പി ടി. ആൻഡ് ഫൈനലി ജോസ് നമ്മുടെ ഇത് കിട്ടിയിരിക്കുന്ന നോക്കാം. ഇനി ഒരാൾക്ക് കൂടി സമ്മാനം ലഭിക്കേണ്ടിയിരിക്കുന്നു. കല്യാൺ ജുവലേഴ്സിന് പ്രോത്സാഹന സമ്മാനം ഫൈനലി കിട്ടുന്ന ആൾ. സർ, ക്യാൻ യു പ്ലീസ് അനൗൺസ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്? 13ാമത്തെ ആൾ കല്യാൺ ജുവലേഴ്സിന്റെ ഈ സമ്മാനം ലഭിക്കാൻ പോകുന്ന അവസാനത്തെ ആൾ അബ്ദുൽ ജലീൽ 1607. അബ്ദുൽ ജലീൽ 1607. ഈ 13 പേരാണ് കല്യാൺ ജുവലേഴ്സ് അമൃതസന്ധ്യയിലൂടെ കല്യാൺ ജുവലേഴ്സ് സമ്മാനിക്കുന്ന പ്രോത്സാഹന സമ്മാനവും ഒരു സ്വർണ്ണ നാണയവും നേടാനായിട്ട് അർഹരായിട്ടുള്ളവർ. ഇതില് നമ്മൾ പേര് വിളിച്ചതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേജിന്റെ ഈ ഭാഗത്ത് തന്നെ കാണുക. കുറച്ച് നിമിഷങ്ങൾക്കകം ഇവരെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഈ സമ്മാനങ്ങൾ ഇവിടെ വെച്ച് തന്നെ നൽകുന്നതാണ്. അല്ലെങ്കിൽ മൈ കല്യാൺ, നിലമ്പൂരിലെ മൈ കല്യാണിൽ നിന്നും നിങ്ങൾക്ക് ഈ സമ്മാനങ്ങൾ ഏറ്റ് മേടിക്കാൻ സാധിക്കുന്നതാണ്. സർ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ കല്യാൺ ജുവലേഴ്സ് അമൃതസന്ധ്യ? എങ്ങനെ പോകുന്നു നിലമ്പൂരിലെ ഈ പാട്ടുത്സവത്തോടനുബന്ധിച്ച്? ജനങ്ങൾ അടിച്ചു പൊളിക്കുന്നു, ഒരു സംശയമില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റിയാലിറ്റി ഷോ നമുക്ക് ആദ്യമായി പരിചയപ്പെടുത്തി തന്ന അമൃത TV അത് ഇന്ന് നമ്മുടെ ജനങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. അവര് മുഴുവൻ, നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിന് ഒരു പൈസ പോലും നമുക്ക് ചെലവില്ല, മുഴുവൻ അമൃത TV എടുത്ത്, മാത്രമല്ല അവർ ടെലികാസ്റ്റ് ചെയ്യാതെ സാധാരണക്കാരന് വേണ്ടി ടെലികാസ്റ്റ് ചെയ്യാൻ ലോക്കൽ ചാനലുകൾക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഷിബു ചക്രവർത്തിയാണ് ഇതിന്റെ മുഴുവൻ ലീഡ് ചെയ്യുന്നത്. ഷിബു ചക്രവർത്തി 18ഓളം സിനിമകൾക്ക് സ്ക്രിപ്റ്റ് രചിച്ച ഷിബു ചക്രവർത്തി, അഥർവം തുടങ്ങിയ 18ഓളം സിനിമകൾക്ക്, എനിക്ക് തോന്നുന്നു ഒരു 150 സിനിമകൾക്ക് പാട്ട് എഴുതിയിട്ടുണ്ട് ഷിബു ചക്രവർത്തി. കണ്ടാൽ വലിയ പ്രായം തോന്നില്ല, വലിയ പ്രായമായിട്ടില്ല. 150ഓളം ഗാനം രചിച്ച 18ഓളം സിനിമകൾക്ക് 250 സിനിമകളുടെ ഗാനം രചിച്ച ഷിബു ചക്രവർത്തി, 18ഓളം സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്ത ഷിബു ചക്രവർത്തി. ഒന്ന് നിലമ്പൂർ, നമ്മളെല്ലാവരും കൂടി ഷിബുവിനെ ഒന്ന്, ഈ പരിപാടിയുടെ മുഴുവൻ സംഘാടകനും അതിനെ മുഴുവൻ ബുദ്ധിയുമായ ഷിബുവിനെ എല്ലാവരും ഒന്ന് ആദരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കല്യാൺ ജുവലേഴ്സിന്റെ സോണൽ മാനേജർ നിഖിൽ, കല്യാൺ ജുവലേഴ്സ് ആണ് ഈ പരിപാടി ഇന്ന് അമൃതയ്ക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കല്യാൺ ജുവലേഴ്സിന്റെ സോണൽ മാനേജർ നിഖിലിനും ഒരു നല്ല കയ്യടി നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് കൂടി നമ്മൾ കയ്യടി കൊടുക്കണം. അത് മറ്റാർക്കുമല്ല, ഇതിന്റെ കോമ്പയർ ചെയ്യുന്ന ശാന്തിക്കൊരു നല്ല കയ്യടി. പിന്നെ മറ്റൊരാൾ കൂടിയുണ്ട്, നമുക്കറിയാം, നമ്മളെ സഹായിച്ച, പാട്ടുത്സവം തുടങ്ങിയത് മുതൽ നമ്മളെ സഹായിച്ചു വരുന്ന നമ്മുടെ GD ഇന്റർനാഷണൽ, അദ്ദേഹം താഴെയിരിക്കുന്നു. താഴെ ഇരുന്ന് ഈ ഗാനധാരയിൽ മുഴുകി താളം പിടിച്ച് നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗോപിദാസിനെ. ഗോപിദാസ് ഒന്ന് എണീച്ചൊന്ന് കൈ പൊക്കിയാൽ മതി. ഗോപിദാസ് ഇവിടെ താഴെയുണ്ട്, ഒരു നല്ല കൈയടി ഗോപിദാസിന്. ഈ വേദിയിൽ ഇവരുടെ കൂടെ പാടുന്ന മുഴുവൻ ആളുകൾക്കും നമ്മുടെ അഫ്സൽ 3ാം തവണയാണ് പാട്ടുത്സവത്തിൽ പങ്കെടുക്കുന്നത്. അഫ്സലിന് ഒരു നല്ല കയ്യടി നമുക്ക് കൊടുക്കാം. എല്ലാവരും പിടിക്കുക അല്ലെ? അഖില ഒരു പിന്നണി ഗായികയാണ്. നിരവധി സിനിമകൾ പാടിയിട്ടുണ്ട്, നിരവധി സ്റ്റേജ് ഷോകൾ പെർഫോം ചെയ്തിട്ടുണ്ട്. അഖിലയ്ക്ക് ഒരു നല്ല കയ്യടി നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. സൂപ്പർ സ്റ്റാർസിലെ മുഴുവൻ മിക്കവാറും താരങ്ങളൊക്കെ വേദിയിലുണ്ട്. അവരെ ഓരോരുത്തരായി ഞാൻ ക്ഷണിക്കുകയാണ്. സിതേഷ് നമ്മുടെ നാട്ടുകാരനാണ്. സിതേഷ് മഞ്ചേരിക്കടുത്ത് തൃപ്പനച്ചിക്കാരനാണ്.
സിതേഷിന് ഒരു നല്ല കൈയടി. പാർവതി, പാർവതി നമ്മുടെ നാട്ടുകാരിയാണ്, കോട്ടക്കലാണ്. കോട്ടക്കൽ ആയുർവേദ ആശുപത്രിയിലെ സൂപ്രണ്ടിന്റെ പൊന്നോമന പുത്രി കൂടിയാണ്. ഒരു നല്ല കൈയടി നമുക്ക് കൊടുക്കാം. ദിനകർ ഇവിടെ നാടൻ പാട്ട് ഒക്കെ പാടി ഏറ്റവും നല്ല സ്റ്റേജ് പെർഫോമറായിട്ട് ഇന്ന് നമ്മളെല്ലാം അംഗീകരിച്ച ദിനകറിനും ഒരു നല്ല കൈയടി. ഇതിന്റെ പ്രൊഡ്യൂസറായ ഷിൽജോ ഈ അമൃത ടിവിയുടെ പരിപാടി തുടക്കം മുതലേ നമ്മുടെ ആലോചിക്കാൻ വേണ്ടി വന്ന് ഒരു കഴിഞ്ഞ 1.5 മാസമായി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നിരവധി തവണ നിലമ്പൂരിൽ വന്ന് മുനിസിപ്പാലിറ്റിയിൽ വന്ന് കേബിൾ ഓപ്പറേറ്റേഴ്സുമായി ഒക്കെ ചർച്ച ചെയ്ത് ഈ പരിപാടിക്ക് മുഴുവൻ രൂപകൽപ്പന ചെയ്ത നമ്മുടെ ഷിൽജോയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഒരു നല്ല കൈയടി ഷിൽജോ കൊടുക്കുക. ഇനി നമുക്ക് അറിയാം നിങ്ങളുടെ എല്ലാം പ്രിയങ്കരി മറ്റാരുമല്ല സജിത ബേട്ടി ഇല്ലേ? വരും. സജിത ബേട്ടിക്ക് ഒരു നല്ല കൈയടി. നിലമ്പൂരിൽ 2ാം തവണയാണ് വരുന്നത്. പണ്ട് അമൃതയുടെ മുഴുവൻ രാജേഷ് അടക്കമുള്ള ഇതിന് പിന്നിലുള്ള മുഴുവൻ സംഘാടകരെയും ഞാൻ ആനന്ദ്, രാജേഷ്, അനന്തു തുടങ്ങിയ മുഴുവൻ ആളുകളെയും ഒന്ന് വേദിയിലേക്ക് വിളിക്കുന്നു. കൃഷ്ണ, പിന്നെ നമ്മൾ വിളിച്ചില്ല, അത് മറ്റാരുമല്ല, നമ്മൾ 3 ദിവസം മുൻപ് ഇവിടെ ആദരിച്ച നിലമ്പൂരിന്റെ സ്വന്തം കൃഷ്ണചന്ദ്രൻ. ഒരു നല്ല കൈയടി കൊടുത്ത് കൃഷ്ണേന്ദ്രനെ സ്റ്റേജിലേക്ക് വിളിക്കാം. കൃഷ്ണേന്ദ്രൻ, പ്ലീസ് കം. പിന്നെ ഇന്ന് നമുക്ക് ഈ ഗാനമേളയ്ക്ക് ഓർക്കസ്ട്ര ഒരുക്കിയത് കോഴിക്കോട് V4U എന്ന ഓർക്കസ്ട്രയാണ്. ഓർക്കസ്ട്രയിലെ മുഴുവൻ അംഗങ്ങൾക്കും ഒരു നല്ല കയ്യടി കൊടുത്ത് നമുക്കൊന്ന് അഭിനന്ദിക്കാം. ഒരിക്കൽ കൂടി അമൃത ടിവിയുടെ ഈ മുഴുവൻ കലാകാരന്മാർക്കും ഇതിന്റെ സംഘാടകർക്കും ഒരിക്കൽ കൂടി നിലമ്പൂർ നഗരസഭയ്ക്ക് വേണ്ടി ഈ മുഴുവൻ ജനസാഗരത്തിനും വേണ്ടി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ്. പ്ലീസ് ബി സീറ്റഡ്. സോ അങ്ങനെ നല്ലൊരു സെറമണി ലക്കി ഡ്രോയോട് അനുബന്ധിച്ച് നമുക്ക് നല്ലൊരു സെറമണി കാണാൻ പറ്റി. ഇനി അടുത്തതായിട്ട് നമ്മൾ നല്ലൊരു പാട്ട് കേൾക്കാനായിട്ട് പോവാണ്. പക്ഷെ പാട്ട് പാടുന്നത് നമ്മുടെ അഫ്സലും അഖിലയുമാണ്. മെഹർബ എന്ന മനോഹരമായിട്ടുള്ള ഗാനവുമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കല്യാൺ ജൂലിയസ് അമൃതസന്ധ്യ ഇനി കുറെ നല്ല പാട്ടോട് കൂടി ഇവിടെ അവസാനിക്കാനായിട്ട് പോവാണ്. ബിഫോർ ദാറ്റ് നമ്മൾ ആ ഒരു ഗോൾഡ് കോയിനും അതിന്റെ വിതരണമൊക്കെ ഉണ്ട്. അപ്പൊ ലാസ്റ്റ് കുറെ നിമിഷങ്ങൾ നമ്മൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക. യു റോക്ക്. എന്തായാലും ഞാൻ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം അഫ്സൽ ആൻഡ് അഖില. നിലമ്പും കൊണ്ടല്ലേ ഈ കൽവിലെ ചില്ലുകൂടുടച്ചു മൊഞ്ചത്തി കാതിൽ വന്ന് കൊഞ്ചി നിന്നെ ഈ ചങ്കത്ത് പഞ്ചാരപ്പാലുദിച്ചല്ലോ. ഓ നീലസാരി അണിഞ്ഞ നീലിമയ്ക്ക് കോപം നീ നടന്നു പോയാ നീർമഴുതു പൂക്കും. ഘനനനന 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 നനന रसिया मेहरबा मेहरबा मेहरबा.
ഡാൻസുമായിട്ട് വരുന്നത് മറ്റാരുമല്ല, കുറച്ചു മുന്നേ നിങ്ങൾ എല്ലാവരും വലിയ കൈയടിയോടുകൂടി സ്വീകരിച്ച നമ്മുടെ സ്വന്തം സജിത ബേട്ടിയാണ്. കല്യാൺ ജ്വല്ലേഴ്സ് അമൃതസന്ധിയിൽ അടുത്തതായിട്ട്
കൂടി ഒത്തുചേർന്നത്. ഏതായിരിക്കും മൂവി? അറബി, ഒട്ടകം, മാധവൻ നായർ. യെസ്, ലാലേട്ടന്റെ ഏറ്റവും പുതിയ ഹിറ്റ്, വൺ ഓഫ് ദ ഹിറ്റ് മൂവീസ്. പ്രിയദർശൻ ലാലേട്ടൻ കൂട്ടുകെട്ടിലുണ്ടായത്. അതിലെ മാധവേട്ടൻ എന്ന് മൂക്കിൽ അതാണ് കോപം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പാട്ടുണ്ട്. അതുമായിട്ട് ഈ വേദിയിൽ കല്യാൺ ജുവലേഴ്സ് അമൃത സന്ധ്യയിൽ നമ്മളോടൊപ്പം ചേരുന്നു സിതേഷ് ആൻഡ് അഖില. സ്വാഗതം ചെയ്യാം. ലാലേട്ടൻ ഫാൻസ് ഒക്കെ ഇവിടെ ഉണ്ടോ? എന്നാ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണ്ടേ? ഇത്രയും നല്ലൊരു പാട്ട് പറഞ്ഞിട്ട്. Come on, let's invite Siddhesh and Akhila to the stage. കൊള്ളും മണ്ണും അഴിമുള്ളും ചിന്തി കാത്തി കാത്തിരി ഇങ്ങോട്ടാണ് സാഹസം അവിനാവിൻ അടുത്തതായിട്ടൊരു സോങ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോൾഡ് കോയിനും ബാക്കി സമ്മാനമൊക്കെ കിട്ടിയ 3 പേർക്ക് നമ്മൾ ഈ വേദിയിൽ വെച്ച് സമ്മാനം കൊടുക്കും. അവരില്ലെങ്കിൽ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണും ഞാലിയലിക്കത്തിട്ട് എല്ലാരും കൈകടിച്ചാൽ ഞാലിയലിക്കത്തിട്ട് അസവിന്റെ തട്ടവ് വിട്ട് തിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. തിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. അസവിന്റെ തട്ടവുമിട്ട് തിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. തിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. പെണ്ണെ നീ പോരുമോയൻ കൽവെണ്ണ കൊട്ടാരത്തിൽ. പെണ്ണെ നീ പോരുമോയൻ കൽവെണ്ണ കൊട്ടാരത്തിൽ. പട്ടുകൂടയും ചൂടി പോരുമോ നീ? പട്ടുകൂടയും ചൂടി പോരുമോ നീ? ഞാലിയലിക്കത്തിട്ട് അസവിന്റെ തട്ടവുമിട്ട് തിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. തിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. അസവിന്റെ തട്ടവുമിട്ട് തിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. തിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ആ നോക്കിടുന്നൊരു പെണ്ണുണ്ട്. Thank you. Thank you very much. ഒരു ഇംഗ്ലീഷ് സോങ് ആയതാണ്. Everybody wish you a happy new year. Who let the dogs out? 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 Who let
देख तुझे खेल